പകുതി വില തട്ടിപ്പ് പാലക്കാട് മുണ്ടൂരിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബി.ജെ.പി. നിയന്ത്രണത്തിലുള്ള നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രതിഷേധവുമായി എത്തിയത് സ്ത്രീകൾ അടക്കമുള്ള പരാതിക്കാരാണ്. ഓഫീസിന് മുന്നിൽ CPIM നേതാക്കൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നിങ്ങൾ ഫാമിലി മെമ്പർഷിപ്പ് എന്തുകൊണ്ട് നിങ്ങളുടെ ബാങ്കിൽ എടുക്കണം ഞങ്ങൾക്ക് നാളെ വിവരങ്ങളുമായി പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് ചേരുന്നത്. പാലക്കാട് സ്ത്രീകളും കുട്ടികളും അടക്കം എത്തി വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് അവിടെ കണ്ടത്. നിലവിൽ ഏതു രീതിയിലാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത്? സ്വാതി, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഇവരോട് മണ്ണാർക്കാട് DYSP സുന്ദരൻ സമരക്കാരുമായി ചർച്ച നടത്തുന്നു. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഗോകുൽദാസും അതോടൊപ്പം തന്നെ പ്രവർത്തകരുമാണ് പോലീസുമായി ചർച്ച നടത്തുന്നത്. നേരത്തെ തന്നെ ഇവർ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി മുഖാന്തരമാണ് പണം നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാരവാഹികൾ തന്നെയാണ് മുണ്ടൂരിലെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആയിട്ടുള്ള മുണ്ടൂർ സീഡിന്റെയും ഭാരവാഹികൾ. ഇവിടെ വന്നാണ് ആളുകളെല്ലാം തന്നെ, ഇതിൽ പണം നൽകിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ വന്നാണ് പണം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ബാങ്കിനെതിരെ നടപടി വേണം, ഇത് താൽക്കാലികമായി അടച്ചുപൂട്ടണം, അതല്ലെങ്കിൽ ഇവർക്ക് പരാതിക്കാർക്ക് പണം നൽകാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ 200ഓളം ആളുകളാണ് ഇതിൽ ഇവർ പണം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളെല്ലാം പൈസ കൊടുത്തിട്ട് കുറേ കാലമാണോ? നമ്മൾ പൈസ കൊടുത്തിട്ട് കുറച്ചായി. അപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്ന് പറയുക, പൈസ കൊടുത്തത് 100 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടുമെന്നാണ് പറഞ്ഞത്. ഞങ്ങളത് വിശ്വസിച്ചു. പിന്നെ 5-ാം തീയതി നമ്മുടെ ഒരു എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നോട്ട് അറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു വർക്കിംഗ് ഡേ 100 ദിവസത്തിനുള്ളിൽ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ ഇവര് സമയമുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഭാരവാഹികൾ പറയുന്നത് ഇപ്പം ഈ സ്ഥാപനത്തിന് നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇതുമായി ബന്ധമില്ല, അത് വേറെ മുണ്ടൂർ സീഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ ഇവരാരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കണം പറഞ്ഞപ്പോൾ ഇവരുടെ പേരിലാണ് നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തത്. ഇവിടെ വന്നാണ് ഇതൊക്കെ ഞങ്ങൾ എല്ലാം ഇവിടെ വന്നിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് സീഡ് സൊസൈറ്റിനെ പറ്റിയിട്ടോ അനന്തകൃഷ്ണനെ പറ്റിയിട്ടോ ഞങ്ങൾക്ക് അറിയേ ഇല്ല. ഞങ്ങൾക്ക് അറിയുന്ന 2 വ്യക്തികൾ വിനോദ് കൃഷ്ണനും സജീവനെയും മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞങ്ങൾ ഈ ബാങ്കിൽ സ്റ്റാഫ് കൊണ്ടെടുത്താൽ ഞങ്ങൾ പൈസ കൊടുത്തത്. അപ്പം ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ഇവർ തന്നെയാണ് ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ടത്. ഇവരുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണല്ലോ പൈസയും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് മാത്രം കുറച്ച് പേർക്ക് ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഇവരുടെ യുവ എന്ന് പറഞ്ഞതിലേക്കാണ് ഞാനൊക്കെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് പൈസ. അതാണ് ഇവർ പറയുന്നത്. കാരണം ഇവരെല്ലാം പണം കൊടുത്തിരിക്കുന്നത് ഈ നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CPM നേതാക്കൾ നേരത്തെ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയായിരുന്നു. ഇപ്പോൾ ഇവർ DYSP-യുമായി ചർച്ച നടത്തുകയാണ്. ഈ സമരത്തിൽ ഇതിനകത്ത് കൃത്യമായ ഉത്തരം, ഇതിന്റെ 2 പേരെയും സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഇതിന്റെ സൊസൈറ്റിയുടെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും ആരാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവർ പണം നൽകാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ CPM നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അവരുമായാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. ഇതിൽ തീരുമാനമില്ല എങ്കിൽ മടങ്ങിപ്പോകില്ല എന്നുള്ളതും സമരം തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു. ശരി പ്രസാദ്, വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് പാലക്കാട് ഈ ഒരു പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് പ്രതിഷേധവുമായി സ്ത്രീകൾ അടക്കമുള്ള പരാതിക്കാർ എത്തിയത്. ഓഫീസിന് മുന്നിൽ CPIM നേതാക്കൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. BJP നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് ഇത്.